നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൈസൂർ നഗരത്തിലെ മൈസൂർ കൊട്ടാരത്തിലാണ്. മൈസൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് മൈസൂർ നഗരത്തിലെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മൈസൂർ കൊട്ടാരം. കർണാടകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഈ കൊട്ടാരം. കൊട്ടാരങ്ങളുടെ കൊട്ടാരം എന്നാണ് ഈ കൊട്ടാരം അറിയപ്പെടുന്നത്. താജ്മഹൽ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന കൊട്ടാരമാണ് മൈസൂർ പാലസ്. 1399 മുതൽ 1950 വരെ മൈസൂർ രാജ്യം ഭരിച്ചിരുന്ന ഓഡയാർ രാജവംശത്തിന്റെ ഔദ്യോഗിക വസതിയാണ് ഈ കൊട്ടാരം. 1897 പണി തുടങ്ങിയ കൊട്ടാരം 1912 പൂർത്തിയായത്. 19ാം നൂറ്റാണ്ടിൽ ഒരു വിവാഹ ചടങ്ങിലുണ്ടായ തീപിടുത്തത്തിൽ തടി കൊണ്ട് നിർമ്മിച്ച പഴയ രാജകൊട്ടാരം കത്തി നശിക്കുകയും പിന്നീട് 1940 കൃഷ്ണരാജ വാഡയാർ നാലാമനാണ് ഇന്നത്തെ രൂപത്തിൽ കൊട്ടാരം പണിയെടുപ്പിച്ചത്. പുതിയ കൊട്ടാരം പണിയാൻ ബ്രിട്ടീഷ് ആർക്കിടെക്ട് ആയിട്ടുള്ള ഹെൻറി ഇർവിനും ചുമതല വഹിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ശരത്കാലത്ത് നടക്കുന്ന മൈസൂർ ദസറ മഹോത്സവത്തിന്റെ പ്രധാന വേദി മൈസൂർ കൊട്ടാരമാണ്. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ദസറ സമയത്താണ്. ഇവിടെ ഈ സമയത്ത് ടൂറിസ്റ്റുകളുടെ ഭയങ്കര തിരക്കാണ്. കണ്ടാലും മതിവരാത്ത മനോഹരമായ കാഴ്ചകളാണ് ഈ കൊട്ടാരത്തിലുള്ളത്. എല്ലാവരും ഈ കാഴ്ച മുഴുവനായി കാണണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ബെല്ലൈക്കനും കൂടി അമർത്തിയേക്കണേ. ഇനി നമുക്ക് കൊട്ടാരത്തിനുള്ളിലെ കാഴ്ചകൾ കാണാം. പാദരക്ഷകൾ പുറത്ത് ഊരിയിട്ടതിനു ശേഷം മാത്രമേ അകത്തേക്ക് പ്രവേശിക്കാവൂ. കൊട്ടാരത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ രാജാരവിവർമ്മ വരച്ച ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പണ്ട് രാജാവിന് സമ്മാനം കൊടുത്തിരുന്നത് ചന്ദനത്താൽ തീർത്ത പെട്ടികളിലാണ്. ആ പെട്ടികൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും.
ഇപ്പോൾ നമ്മൾ കാണുന്നത് രാജാക്കന്മാർ ഗുസ്തി മത്സരം നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ബന്ദിപ്പൂർ മേഖലകളിൽ തൻ്റെ പ്രജകളെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരുന്ന 2 കൊലകൊമ്പന്മാരെ ഓടിയാർ മഹാരാജാവ് നേരിട്ട് പോയി വേട്ടയാടി പിടിച്ച് തല വെട്ടിയെടുത്ത് കൊട്ടാര ഭിത്തിക്ക് അലങ്കാരമാക്കി. ഇവിടെ ടൂറിസ്റ്റുകൾ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. മാർബിളിൽ തീർത്ത അർത്ഥക്കൊമ്പുകളോടുകൂടിയുള്ള 3 നില മന്ദിരമാണ് ഈ കൊട്ടാരം. വളരെ മനോഹരമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എല്ലാ കാഴ്ചകളും കണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്.